DRDOയുമായി ബന്ധപ്പെട്ട ചില പ്രധാന ക്വസ്റ്റ്യൻസ് വേഗം നോക്കാം. ഇന്ത്യയുടെ മിസൈലുകൾ, ടാങ്കറുകൾ, അന്തർവാഹിനികൾ എന്നിവ വികസിപ്പിക്കുന്നത് DRDO. ഇന്ത്യയുടെ മിസൈലുകൾ, ടാങ്കറുകൾ, അന്തർവാഹിനികൾ എന്നിവ വികസിപ്പിക്കുന്നത് DRDO. DRDOയുടെ പൂർണ്ണ രൂപം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. ഇന്ത്യയുടെ തദ്ദേശീയ ആയുധ വികസന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുന്നത് DRDO. DRDO സ്ഥാപിതമായ വർഷം 1958. DRDO സ്ഥാപിതമായ വർഷം 1958. DRDOയുടെ ആസ്ഥാനം ന്യൂഡൽഹി. DRDOയുടെ ആപ്തവാക്യം ശക്തിയുടെ ഉത്ഭവം ശാസ്ത്രമാണ്. ശക്തിയുടെ ഉത്ഭവം ശാസ്ത്രമാണ്. അഗ്നി, പൃഥ്വി, ആകാശ് തുടങ്ങിയ മിസൈലുകൾ നിർമ്മിച്ച സ്ഥാപനം DRDO ആണ്. അഗ്നി, പൃഥ്വി, ആകാശ് തുടങ്ങിയ മിസൈലുകൾ നിർമ്മിച്ചത് DRDO ആണ്. DRDOയുടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ടോർപിഡോ മിസൈൽ വരുണാസ്ത്ര. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ടോർപിഡോ മിസൈൽ വരുണാസ്ത്ര. വരുണാസ്ത്ര നിർമ്മിച്ചത് DRDO. DRDO വികസിപ്പിച്ചെടുത്ത ചുവരിനപ്പുറമുള്ള വസ്തുക്കൾ ദൃശ്യമാക്കുന്ന തെർമൽ ഇമേജിംഗ് റഡാർ ദിവ്യചക്ഷു. DRDO വികസിപ്പിച്ചെടുത്ത ചുവരിനപ്പുറമുള്ള വസ്തുക്കൾ ദൃശ്യമാകുന്ന തെർമൽ ഇമേജിംഗ് റഡാർ ദിവ്യചക്ഷു. ഭീകരാക്രമണത്തിൽ തീവ്രമായി പരിക്കേൽക്കുന്നവരുടെ മരണസംഖ്യ കുറയ്ക്കുന്നതിനായി കോംബാറ്റ് കാഷ്വാലിറ്റി ഡ്രഗ് വികസിപ്പിച്ച സ്ഥാപനം ഇന്ത്യൻ ഡിഫൻസ് ലാബ്. ഇന്ത്യൻ ഡിഫൻസ് ലാബ്. ഭീകരാക്രമണത്തിൽ തീവ്രമായി പരിക്കേൽക്കുന്നവരുടെ മരണസംഖ്യ കുറയ്ക്കുന്നതിനായി കോംബാറ്റ് കാഷ്വാലിറ്റി ഡ്രഗ് വികസിപ്പിച്ച ഇന്ത്യൻ ഡിഫൻസ് ലാബാണ്. ഇനി 2020 സെപ്റ്റംബറിൽ DRDO വിജയകരമായി പരീക്ഷിച്ച ഹൈ സ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർഗറ്റ് വെഹിക്കിൾ അത് അഫ്യാസ് ആണ് കേട്ടോ. ഇനി എയ്റോസ്പേസ് ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്നതിന് ബീറ്റ ടൈറ്റാനിയം അലോയ്ഡ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം. എയ്റോസ്പേസ് ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്ന ബീറ്റ ടൈറ്റാനിയം അലോയ് വികസിപ്പിച്ച സ്ഥാപനവും DRDO ആണ്. ഇനി DRDOയുടെ ആദ്യ വനിതാ ഡയറക്ടർ J. മഞ്ജുള. DRDOയുടെ ആദ്യ വനിതാ ഡയറക്ടർ J. മഞ്ജുള. ശത്രു രാജ്യത്തിൻ്റെ റഡാർ ലൊക്കേഷനുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി DRDO തദ്ദേശീയമായി വികസിപ്പിച്ച സംവിധാനം WLR സ്വാതി. അതായത് വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ. WLR സ്വാതി.